ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആഗ്രഹത്തോടു കൂടിയാണ് എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് വേർഡ് ഓഫ് കോഴ്സ് ഓഫ് മൂൺ എന്നാണ്. ഇത് ഒരു ഗ്രഹണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ മൂൺ മറ്റുള്ള ഒരു ഗ്രഹവുമായി ഒരു കോണ്ടാക്റ്റിലും നിൽക്കില്ല. ഈ ഒരു സമയത്ത് സ്വന്തം കാര്യത്തിൽ നോക്കി സ്വന്തമായിട്ട് മാത്രം മാറി ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ, അപ്പം യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിലേക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങളോട് തന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശരിയായ വഴിക്കാണോ? നിങ്ങളെ തന്നെ കുറച്ച് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റി നിർത്തണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഈ സമയത്ത് നിങ്ങൾ ഞാൻ എക്സാമ്പിൾ പറയാം. കണ്ണിലിങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവ്യക്തമാണ് എല്ലാ കാര്യങ്ങളും. യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുനീരിലൂടെ നിങ്ങൾ എന്ത് കണ്ടിരുന്നാലും നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ടുള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് ലഭിക്കില്ല. ആദ്യം ആ കണ്ണുനീര് പൂർണ്ണമായും തുടച്ചതിന് ശേഷം നിങ്ങൾ കാര്യങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് വ്യക്തമായി അതെന്താണെന്ന് മനസ്സിലാക്കുവാനും വായിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ഈ ചന്ദ്രഗ്രഹണം പോലെ നിങ്ങൾ ഒരു ഗ്രഹങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിലും നിൽക്കാതെ ഒരു കാര്യവുമായി കോണ്ടാക്റ്റിൽ നിങ്ങൾ എല്ലാം നിങ്ങളിൽ നിന്ന് മാറ്റുക. ഇന്നത്തെ വിഷയവും നാളത്തെ വിഷയവും എല്ലാം മാറ്റിയതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം നിങ്ങളിലേക്ക് നോക്കുക. ഞാൻ എവിടെയാണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ ഈ പോകുന്ന റൂട്ട് ശരിയായ ദിശയിലാണോ എന്ന് അല്പനേരം ഇത്രയും ബിസി പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറിനെ അല്പനേരം സ്വതന്ത്രമാക്കുക, ഒറ്റയ്ക്കാക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് കയറി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും നടക്കുന്നതല്ല. ഒന്നിനും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് വാണ്ടാണ്. വാണ്ട് പറയുന്നത് ഇഗ്നോർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് നോക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റ് ചില കാര്യങ്ങൾ അല്പനേരത്തേക്കെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തുക. വിട്ടുകളയുക എന്നല്ല, മാറ്റി നിർത്തുക. നിങ്ങളുടെ ചിന്തകളെ അല്പനേരമെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂമോൺ ലിയോയാണ്. ലിയോ എന്ന് പറയുമ്പോഴത്തേക്കും ലിയോ രാശിയിലുള്ള വ്യക്തികൾക്ക് മാത്രമല്ല, ഈ ഒരു എനർജിയിൽ കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ലിയോയുടെ എനർജി എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു എനർജിയാണ്. ഓക്കെ, ലിയോ എന്ന് പറയുന്നത് രാജാതിരാജൻ്റെ കിങ്, കാട്ടിലെ രാജാവിൻ്റെ ഒരു എനർജിയാണ്. എപ്പോഴും തൻ്റെ അടുത്തോടുകൂടിയും ഒരു കോൺഫിഡൻസോടു കൂടിയും സിംഹം നിലനിൽക്കും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ മനസ്സിനെ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് നിലനിർത്തണം എന്നാണ് പറയുന്നത്. ഒരു സാധാരണ സിംഹത്തെ രാജാവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ലുക്കിലും അതിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ നമ്മളിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിനെ ചുമ്മാതല്ല രാജാവെന്ന് വിളിക്കുന്നത്, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കണം. അതുപോലെ തന്നെ അതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും എല്ലാം ഒരു മാറ്റം വരുത്തുക. ഒരു പൂച്ചയെ പോലെ ആയിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവരുടെ കാലിലും അതിലും എല്ലാം പോയി ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു വാല്യൂ തരത്തില്ല. പോയി ടച്ച് ചെയ്യുമ്പോൾ കാല് മടക്കി ഒരു അടിയാണ് തരുന്നത്. ഓക്കെ, പക്ഷെ സിംഹമാണെങ്കിലോ, സിംഹത്തെ കാണുമ്പോൾ തന്നെ ആൾക്കാർ അതിൻ്റെ ഒരു ഗർജനത്തിൽ തന്നെ ഒന്ന് പിന്മാറുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ലിയോയുടെ സ്വഭാവത്തിലേക്ക് മാറുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഭാഗം ന്യൂമൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ധകാരത്തിലായിരിക്കുന്ന ന്യൂമൂൺ ലിയോയാണ്. അന്ധകാരത്തിലായിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ
നിങ്ങൾക്കൊരു ഉദയം, ഒരു അധികാരത്തോടു കൂടിയുള്ള ഒരു ഉദയം നിങ്ങൾക്ക് വരികയാണ്. നിങ്ങളുടെ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു സമയമാണ്. ഇത്രയും നാളും നിങ്ങളെ അന്ധകാരം ഭരിച്ചു, ചില ബ്ലാക്ക് എനർജികൾ ഭരിച്ചു, ചില തെറ്റിദ്ധാരണകൾ നിങ്ങളെ മൂടി വെച്ചു. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് മുന്നോട്ട് പോകുന്നതിനുള്ള നിങ്ങളുടെ ഒരു കീ. സക്സസിൻ്റെ കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾ ജഗിൾ ചെയ്യാതിരിക്കുക, കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 7 ഓഫ് കപ്പാണ്. എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇല്ലാത്തതിന് കാരണം നിങ്ങളുടെ പരാജയ ഭീതിയാണ്. ഓക്കെ, നിങ്ങൾ ആര് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കുറച്ചു നേരം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നോക്കി ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തെല്ലാം സ്ട്രഗിളാണ് നിങ്ങൾ അനുഭവിച്ച് വന്നത്. ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ച് വന്ന നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ എന്തിന് പകച്ചു നിൽക്കണം? ഈ സമയവും നിങ്ങൾക്ക് കടന്നു പോകും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തിൽ, നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു സ്ട്രഗിൾ ഇപ്പോൾ വേണ്ട, ഒന്നിലും ജഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഫിഡൻസോടു കൂടി നിങ്ങൾ ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ സമയവും നിങ്ങൾക്ക് കടന്നു പോകും എന്നുള്ള നിങ്ങൾ കടന്നു പോകുക. ഓക്കെ, സിംഹം ഒരിക്കലും അത്യാഗ്രഹം കാണിക്കാറില്ല. തൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് വേണ്ടി വളരെ ക്ഷമയോടെ പതുങ്ങിയിരുന്നിട്ടാണ് അത് മുന്നോട്ട് കുതിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കുതിക്കുന്ന ഒരു കാര്യത്തിൽ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. മൃഗങ്ങളെ കണ്ടു പഠിക്കുക. അവർ പിറകിലോട്ടൊന്ന് പതുങ്ങി കുറച്ച് ഫോക്കസ് ചെയ്യും. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫോക്കസ് ചെയ്തതിന് ശേഷമാണ് അവരുടെ കുതിപ്പ്. മനുഷ്യൻ അങ്ങനെയല്ല, എപ്പോഴും കുതിച്ച് ചാടി നിൽക്കുന്നത് കാരണം ഞാൻ എന്ത് ചെയ്യട്ടെ, എടുത്ത് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു കുതിപ്പ്, ഒരു റബ്ബർ പന്ത് ഇങ്ങനെ തറയിലിട്ട് അടിക്കുന്നത് പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ ടെൻഷനായിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യണം, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ സമാധാനമില്ല. മുന്നിലോട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്തതിന് ശേഷം പറയും, അയ്യോ എനിക്കത് സാധിച്ചില്ല എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു ചാട്ടത്തിൽ അതിൽ കിട്ടിയില്ല എന്നും വിചാരിച്ച് കയറെടുത്തോണ്ട് പോകത്തില്ല ആരും. എൻ്റെ ജീവിതം ഇതോടുകൂടി നശിച്ചു, എനിക്ക് ഇനി ഒരിക്കലും ആഹാരം കിട്ടത്തില്ല എന്ന് ഒരു സിംഹവും വിചാരിക്കില്ല, ഒരു മൃഗങ്ങളും അത് വിചാരിക്കില്ല. ഈ ലക്ഷ്യം പാഴായാലും അടുത്ത ലക്ഷ്യം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്, ഞാൻ അതിൽ വിജയിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇവിടെ കടന്നു പോകുന്നത്. എന്നാൽ അവരെ കണ്ട് പഠിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടർ മൂണാണ് വന്നിരിക്കുന്നത്. സമയത്ത് നിങ്ങൾ ഒരുപാട് ചലഞ്ച്, കമ്മിറ്റ്മെൻറ്റ്, കോൺഫിഡൻസ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഓക്കെ, കോൺഫിഡൻസ് വേണം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. സമയമാകുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ഈ മൂന്നിൻ്റെ പകുതിയാണിത്. ഓക്കെ, ആ ഒരു വാക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ എനർജിയിൽ പകുതിയാണ്. ആ പകുതിക്ക് കോൺഫിഡൻസോടെ എനിക്ക് ഈ പകുതിയിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സമയവും കടന്നു പോകുമെന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി ഇരിക്കേണ്ട കാര്യമാണ്. ഈ സമയത്ത് നിങ്ങളെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു. ഓക്കെ, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്പൗസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ഉള്ളതായി കാണുന്നു. ഓക്കെ, പക്ഷേ അതിന് സമയമെടുക്കും എന്നുള്ളതാണ്. പേജ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സമയമുണ്ട്. യൂണിവേഴ്സ് നിശ്ചയിച്ചിരിക്കുന്നതായ ഒരു സമയം അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്
ഈ പറയുന്നത്. ഇത് നിങ്ങളെ യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളിൽ എത്രത്തോളം ക്ഷമയുണ്ട്, നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം തള്ളി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു സമയത്ത് എത്രത്തോളം ഡിസ്റ്റർബ് ആകുന്നുണ്ട് എന്നുള്ള നിങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട്, നിങ്ങൾക്കിത് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നിങ്ങളെ ഒരു പരീക്ഷണത്തിലിടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. ഓക്കെ, നിങ്ങളിൽ ചില വ്യക്തികൾ ഈ ഒരു എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജോലി വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ജോലിയിൽ നിന്നും നിങ്ങൾക്ക് പണം ലഭിക്കുന്നതിന് കാലതാമസങ്ങൾ എടുക്കുന്നു, അവധികൾ പറയുന്നു. നിങ്ങൾക്ക് സാലറി കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല, നിങ്ങളൊരു പ്രോജക്റ്റിനെ ഇറങ്ങിത്തിരിക്കുന്നു, അതൊന്നും ടൈമിൽ നടക്കുന്നില്ല, അത് പകുതിക്ക് വെച്ച് നിന്ന് പോകുന്ന ചില എനർജികളുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഈ ഒരു സമയമായ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പൈസ ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും, നിങ്ങൾ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിജീവനം കൂടി പഠിപ്പിക്കുന്നതായിട്ടുള്ള പ്രകൃതി നമ്മളെ അതിജീവനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് ന്യൂ മൂൺ ലിബ്രയുടെ എനർജിയാണ്. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഏത് കാര്യത്തിൽ നീതിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് പറയുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ വരുന്ന നീതിയായിരിക്കാം. ചില വ്യക്തികൾ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുക്കൽ വാങ്ങലുകളുടെ ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്, അത് കൊടുക്കൽ വാങ്ങലുകൾ കറക്റ്റ് നിങ്ങൾക്ക് നീതിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ന്യായം നിങ്ങളുടെ ഭാഗത്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു സമയം നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നതുണ്ട്. കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ നിങ്ങൾ മുൻകൈ എടുത്ത് ചില കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒരു ന്യൂ സർക്കിളാണ് ഇവിടെ സ്റ്റാർട്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു, ചിലത് സ്റ്റാർട്ടാകുന്നു, അല്ലെങ്കിൽ ചില പ്ലാനുകൾ നിങ്ങളിലേക്ക് നടക്കുന്നു. നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മാരേജിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ മാരേജ് ഇവിടെ ഫിക്സ് ആക്കുന്നുണ്ട്, എൻഗേജ്മെൻറ്റ് ഇവിടെ ഫിക്സ് ആവുന്നുണ്ട്. നിങ്ങളിലേക്കോ നിങ്ങളുടെ കുടുംബത്തിലേക്കോ പുതിയ ഒരു അതിഥി വരുന്നതായി കാണുന്നു. ഒരു പക്ഷേ പുറമേ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നു. ഫെർട്ടിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ വീണ്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഇവിടെ ആഗ്രഹിക്കുന്നു, ഒരു സ്റ്റാർട്ടിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ പഴയ ഫ്രണ്ട്സുകൾ നിങ്ങളെ തേടി എത്തുന്നു, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ടൊരു റീയൂണിയനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് വാക്സിംഗ് ക്രിസന്റ് മൂണാണ്. ഇത് മൂണിൻ്റെ 2ാമത്തെ സ്റ്റേജാണ്. ഇതിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെ നിങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങൾ നീക്കി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ നല്ല സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഡ്രീം കാണുക, നിങ്ങൾക്കത് ലഭിക്കും. സംശയത്തോടു കൂടിയല്ല, വിശ്വാസത്തോടു കൂടി യൂണിവേഴ്സിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ സ്പിരിച്വലായിട്ട് തന്നെ നിങ്ങൾ കാണുക, നിങ്ങളതിൽ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം അവിടെ സക്സസ് ആകുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ പ്യൂപ്പയായിരുന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു പുഴുവിനെ പോലെ മറ്റുള്ളവർ നിങ്ങളെ തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എവിടെ പോയി തട്ടിക്കളഞ്ഞിരുന്നാലും നിങ്ങൾക്ക് ഒരു ദിവസമുണ്ട് ഇതെല്ലാം പൊട്ടിച്ച് ആ ഒരു പുഴുവായിരിക്കുന്ന നിങ്ങൾക്ക് ആ പ്യൂപ്പയെല്ലാം പൊട്ടിച്ച് ഈ പ്രകൃതിയിലേക്ക് എല്ലാവരെയും ആകർഷിപ്പിക്കുന്നതായിട്ടുള്ള സാമ്പത്തികം, സൗന്ദര്യം, ജീവിതം ഒക്കെ നിങ്ങൾ പ്രദർശിപ്പിച്ച്
പിടിച്ചുകൊണ്ട് ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ പറന്നു നടക്കുന്ന ഒരു എനർജി ഇവിടെ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ആ ജീവിതം നിങ്ങളെ കാണിക്കുന്നത് അതാണ്. ഇപ്പോൾ നിങ്ങളെ ആൾക്കാർ തട്ടിക്കളയുന്നുണ്ടായിരിക്കാം, നിങ്ങളൊരു പുഴുവായിരിക്കാം, അയ്യേ എടുത്ത് പുറത്ത് കള എന്ന് പറയുന്ന ചില വ്യക്തികൾ നാളെ ഇപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന പുഴുക്കൾ പല പുഴുക്കളും ഇത് കാണുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ പുഴുവാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും തട്ടിക്കളഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്, ജോലി സ്ഥലത്ത് നിന്നും തട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ തട്ടിക്കളഞ്ഞെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ തട്ടിക്കളഞ്ഞവരെല്ലാം നിങ്ങളെ ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഒന്ന് കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരും. ആ നോക്ക് നോക്ക് നോക്ക്, അവനെ നോക്ക് അല്ലെങ്കിൽ അവളെ നോക്ക് എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളിൽ ഈ വന്നിരിക്കുന്ന അന്ധകാരങ്ങളെല്ലാം മാറിപ്പോയി നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നിമിഷം നിങ്ങളെ തേടി എത്തും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. പേജ് ഓഫ് കപ്പാണ് ഇവിടെ. പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്പ് നിങ്ങൾക്ക് ഓഫർ വരുന്നു. എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ തേടി എത്തുന്നു. ഇത്രയും നാളെ നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഈ ഒരു കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുമോ എന്നുള്ളൊരു ചോദ്യവും കൂടി എടുക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിലേക്ക് കടന്നു വരുമോ? ഓക്കെ, സെക്കൻഡ് ഫസ്റ്റ്. ഓക്കെ, ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് സെലക്ട് ചെയ്തു. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഒരു റിഗ്രറ്റ് ഫീലാണ് ഉണ്ടാകുന്നത്. അവർ ചില കർമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചില അവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, ശാപവാക്കുകളെല്ലാം അവരിലേക്ക് തന്നെ തിരികെ പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ വണ്ണം അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ കർമ്മ അവരെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡുകാർക്ക് ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. എത്രയൊക്കെ വിട്ടുകളയാൻ ശ്രമിച്ചിരുന്നാലും അത് പോകുന്നില്ല. വീണ്ടും 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 നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിസിക്കലി അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലി കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയനും ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഒരു ഫിസിക്കലും ഉണ്ടാകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു.